ടി വിയും കണ്ടിരുന്നാ മതിയല്ല. എനിക്ക് അടുത്തുള്ള അമ്പലത്തിലും പള്ളിയിലേക്ക് ഒന്ന് പോകണം. ഇത് കണ്ടോ? ഇത് കലണ്ടർ അല്ലേ? അത് മനോരമ തന്നെ. ഇതിലിപ്പോ ഇത്ര കാണാതിരിക്കുന്നേ? അതല്ല മനുഷ്യ, മാസം 4 കഴിഞ്ഞു. 6 മാസം കഴിഞ്ഞ് കല്യാണം എന്ന് പറഞ്ഞിട്ട് മാസം 4 ആയിട്ടും അവരുടെ ഭാഗത്തുനിന്ന് ഒരു ചൂടും ഉഷാറും ഒന്നും ഉണ്ടായിട്ടില്ല. നിങ്ങൾ ഈ ഫോൺ എടുത്തൊന്ന് വിളിച്ചാൽ? അല്ല, അത് പിന്നെ കഴിഞ്ഞ ആഴ്ച ഒന്ന് വിളിച്ചല്ലേ ഉള്ളൂ. ഇനി അടുത്ത ആഴ്ച വിളിച്ചാ പോരെ? നമ്മൾ എപ്പോഴും വിളിച്ചാലേ അവർക്കൊരു ചൂടും ഉഷാറും ഒക്കെ ഉണ്ടാകത്തുള്ളൂ. നമുക്ക് ഉഷാറുണ്ടായിട്ട് എന്താ കാര്യം? ആ ദിവ്യക്ക് ബാങ്ക് ജോലി കിട്ടണ്ടേ? അമ്മേ, SBI കുറെ പുതിയ പോസ്റ്റൊക്കെ വിളിച്ചിട്ടുണ്ടല്ലോ. ദിവ്യ അപ്ലൈ ചെയ്തോ അമ്മേ? ഓ, എല്ലാം മുറയ്ക്ക് നടക്കുന്നുണ്ട്. ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. സ്വാതിയുടെ അച്ഛനും അമ്മയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചോദിക്കുന്നു കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ എവിടം വരെ ആയിന്ന്. കേട്ടോ, അവനോട് അവര് വിളിച്ച് ചോദിക്കുന്നത് കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ എന്തായിന്ന്. കല്യാണം ചെറുക്കനെ വിളിച്ചിട്ടാണോ ഏർപ്പാട്? ഇവിടെ കാരണവന്മാര് ചത്തുപോയിട്ടില്ലെന്ന് പറഞ്ഞാല്. അതെ, അവർക്ക് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിലേ വിവരാവകാശ കമ്മീഷനെ കൊണ്ട് ഒരു പരാതി കൊടുക്കാൻ പറ. അവര് കാര്യങ്ങൾ അറിയാൻ വേണ്ടി ചോദിച്ചല്ലേ അമ്മേ. ആഹാ, ഇപ്പൊ നീ അവരുടെ ഭാഗമായോ? അതെ, കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് ഒരു രീതി സമയമൊക്കെ ഉണ്ട്. അമ്മേ, ദിവ്യ സാദി ഒരേ പ്രായമല്ലേ? അപ്പൊ ദിവ്യ ഇവിടെ നിർത്തിക്കൊണ്ട് സാദിയുടെ കല്യാണം നടത്താൻ പറ്റുമോ? അവള് ബാങ്ക് ജോലി കിട്ടിയിട്ടേ കല്യാണം കഴിക്കൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നീണ്ടു പോകത്തില്ല അമ്മേ. നീണ്ടു പോട്ടെ, ഒരു കല്യാണമല്ലേ മുടങ്ങിയുള്ളൂ എന്ന് പറഞ്ഞ് നിന്റെ മൂക്കി പല്ലൊന്നും മുളച്ചിട്ടില്ലല്ലോ. ഒരു കല്യാണക്കാരൻ വന്നിരിക്കുന്നു. അല്ല, എന്താ കണ്ടു വിളിച്ചോണ്ടിരിക്കുവാ? മര്യാദക്ക് തേങ്ങ തരണ്ട് മനുഷ്യ. അരച്ച് കറി വെക്കാനുള്ളതാ. ഈശ്വര, 12-ാം തീയതി ഇങ്ങ് എത്തിയല്ലോ. കല്യാണം ഇങ്ങ് അടുത്തു. ഈശ്വര, 13-ാം തീയതി 2 മാസത്തെ പാലിന്റെ പൈസ. ആപ്ലിക്കേഷൻ. ബാങ്ക് ഓഫ് ബറോഡ, ദേന ബാങ്ക്, അതെ അതെ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബിക്കാനീർ ആൻഡ് ജയ്പൂർ. അതെ. ബിക്കാനീറോ? എന്റെ ഗുരുവായൂരപ്പ, ഇവിടുത്തെ എന്ത് ഭാവിച്ചുണ്ടാ? ദിവ്യേ, മോള് പുതിയ ബാങ്ക് പരീക്ഷയ്ക്ക് അപേക്ഷിക്കാൻ വന്നായിരിക്കും അല്ലേ? എന്താവോ ഇവിടെ ഒന്നും സ്ഥലമില്ലാണ്ട് ബിക്കാനീർ. പഴയ പ്ലാസ്റ്റിക് ചക്കിൽ നിന്ന് 10,000. നമ്മുടെ കച്ചവടം കേറ്റോ കേട്ടോടി. ചന്ദ്രന്റെ ചായക്കടയിൽ ആഴ്ചയിൽ ഒരു 4 കുപ്പി വെച്ച് എടുത്തോളാന്ന് പറഞ്ഞിട്ടുണ്ട്. ഫെനോയില് 4 കുപ്പി ഫെനോയില്. SBT 3000 ഒഴിവ് വിളിച്ചിട്ടുണ്ട്. നീ അപേക്ഷിച്ചില്ലേടി? അമ്മ ഒന്നും അറിഞ്ഞില്ലേ? SBT SBI തമ്മിൽ ലയിപ്പിക്കാൻ പോവാ. എനിക്ക് ബിക്കാനീർ മതി. പങ്കജാക്ഷന ഇന്നാ. ഹലോ ഹലോ ഹലോ, എന്തൊക്കെയുണ്ട് പവിത്ര വിശേഷങ്ങൾ? അല്ല, ഇപ്പൊ വിശേഷങ്ങളായിട്ട് അങ്ങനെ അല്ല, നമുക്ക് വിശേഷങ്ങളൊക്കെ ശരിയാക്കണ്ടേ? കല്യാണം നടത്താന്ന് പറഞ്ഞിട്ട് 6 മാസം കഴിയാറായി. അല്ല അത് പിന്നെ ഈ മോക്ക് പിന്നങ്ങോട്ടൊരു ആലോചനയൊന്നും വന്നില്ല. അവള് പിന്നെ ഈ ബാങ്കിന്റെ മറ്റേ ടെസ്റ്റിന്റെ ഈ റിസൾട്ട് ഒക്കെ വന്നിട്ട്. അല്ല, കുടുംബക്കാരൊക്കെ ചോദിക്കുന്നു. ഞങ്ങള് അവരോടൊക്കെ എന്ത് പറയും? അല്ലാതെ ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെയ്യണം. ഇങ്ങതാ ഞാൻ പറയാം. അല്ല, അത് പിന്നെ ഞാനും ഇവിടെ ഒന്ന് ആലോചിച്ചിട്ട്. ആലോചിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴും ഓർത്തത്, ചെറുക്കന്റെയും പെണ്ണിന്റെയും അമ്മമാര് തമ്മിലും സംസാരിക്കും. അല്ല, അത് വേണോ? അത് വേണമല്ലോ, ഞാൻ കൊടുക്കാം. കൊടുക്കാം. പിള്ളേരുടെ അച്ഛൻ പറഞ്ഞ ശരിയാ ചേച്ചി. ചേച്ചീന്ന് ആ മുതുകിത്തോളം എന്നെ വിളിക്കുക ചേച്ചീന്ന്. ആണോ?